ഹലോ വെൽക്കം ടു മിറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ ബെബ്കോ LDC എക്സാം എഴുതുന്ന എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ എക്സാം പ്രിലിംസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ജൂലൈ 18-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ അപേക്ഷകർ എത്ര പേരാണ്, അതുപോലെ ഇതുവരെ അതിൻ്റെ നിയമനങ്ങൾ എങ്ങനെയാണ് നടന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, 619/2025 പ്രകാരമാണ് ഒരു വിജ്ഞാപനം വന്നത്. അതുപോലെ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ഉദ്യോഗപ്പേരെന്ന് പറയുന്നത് ലോവർ ഡിവിഷണൽ ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ്. ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് താഴെ കാണുന്ന നമ്പർ ആണെങ്കിലും അതിലും കൂടുതൽ ശമ്പളം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 30,000-ൽ കൂടുതൽ ശമ്പളം നമുക്ക് എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒഴിവുകളുടെ എണ്ണം എന്ന് പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ്. ഓക്കെ, ഇനി കഴിഞ്ഞ ഇതുപോലെ ഈ ഒരു എക്സാമിൻ്റെ കഴിഞ്ഞ വർഷം നടന്ന എക്സാം എന്ന് പറയുന്നത് 6/5/2023 ഇതിൻ്റെ മുൻവർഷ എക്സാം നടന്നത്. 6/5/2023 ആ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 76.67 മാർക്കായിരുന്നു. അപ്പോൾ 76.67 മാർക്കിൽ കൂടുതൽ നേടി 1623 പേര് മെയിൻ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അതുകൂടാതെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1532 പേരും അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 46 പേരും ഉണ്ട്. അങ്ങനെ ടോട്ടൽ ഏകദേശം 3201 പേരാണ് ലിസ്റ്റിലുള്ളത്. മെയിൻ ലിസ്റ്റിൽ 1623 പേരാണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 6/2/2024 അപ്പോൾ ഈ നിലവിലുള്ള ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5/2/2027, അതായത് അടുത്ത വർഷം ഫെബ്രുവരി മാസം 5-ാം തീയതി വരെയാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഈ ഒരു എക്സാമിനേഷൻ പ്രകാരമുള്ള കാലാവധി വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ അഡ്വൈസ് എന്ന് പറയുമ്പോൾ 15/1/2026 വരെയുള്ള അഡ്വൈസ് നോക്കിയാൽ 262 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതുപോലെ ഓപ്പൺ കാറ്റഗറിയിൽ 199-ാമത്തെ റാങ്ക് വരെയുള്ളവർക്കാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഡേറ്റിന് ശേഷവും നോക്കിക്കേ ഒരു 22ഓളം അഡ്വൈസുകൾ പിന്നെയും പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാനായിട്ട് ഇനിയും 6-7 മാസങ്ങളുണ്ട്. അപ്പോൾ അതുവരെ ഒരു 300+ അഡ്വൈസുകൾ ഇനിയും പോകാനുള്ള ചാൻസുകളാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ എക്സാം നോക്കിയാൽ അതിൻ്റെ പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത് സാറ്റർഡേ ജൂലൈ മാസം 18-ാം തീയതിയാണ്. ആദ്യഘട്ടമായിട്ടാണ് നടക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തെ പ്രിലിംസ് എക്സാമാണ് 18-ാം തീയതി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് 4/7/2026 കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ നോക്കിയേ, ഒരു 100 മാർക്കിൻ്റെ OMR എക്സാമിനേഷൻ ആയിരിക്കും. മലയാളത്തിലായിരിക്കും ഈ ഒരു പ്രിലിംസ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല 1 മണിക്കൂർ 15 മിനിറ്റാണ് ഈ ഒരു എക്സാമിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു എക്സാമിൻ്റെ അപേക്ഷകരെന്ന് പറയുന്നത് 6,26,657 പേരാണ്. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ബൈ ട്രാൻസ്ഫർ വഴി ഒരു 505 പേരും കൂടി ഒരു എക്സാം എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ കാര്യം നമുക്കറിയാം, ടെൻറ്റേറ്റീവ് കലണ്ടറാണിത്. ഇത് പ്രകാരം ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കായിരിക്കും എക്സാം നടക്കുന്നതെന്ന് പറഞ്ഞു, പ്രിലിംസ് എക്സാം നടക്കുന്നത്. അതിപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യഘട്ടം എന്തായാലും ജൂലൈ 18-ന് കാണും. അത് കഴിഞ്ഞ് ഒക്ടോബറിനും ഡിസംബറിനും ഇടയ്ക്ക് നമ്മുടെ മെയിൻസ് എക്സാമും കാണും. ഓക്കെ, അപ്പം ഈ ഒരു പ്രിലിംസ് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് മെയിൻസ് എക്സാമും നടക്കും. അപ്പം എത്രയും പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ റാങ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അടുത്ത വർഷത്തേക്ക് തന്നെ നമുക്ക് ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു കാലാവധി അറിയാമല്ലോ, അടുത്ത വർഷം ഫെബ്രുവരി മാസം കഴിയുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ല മാർക്ക് മേടിച്ച് പഠിച്ചാൽ, നല്ല റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറിയാൽ അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ജോലി സാധ്യത ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിക്കേ, നമ്മളൊരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. കമ്പനി ബോർഡ് LGSനും അതുപോലെ ബെബ്കോ LDCക്കും BFAക്കും വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. വെറും 799 രൂപ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടെസ്റ്റ് സീരീസുകൾ, അതായത് ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെയിലി ഉള്ള ടെസ്റ്റ് സീരീസുകൾ ഉണ്ടായിരിക്കും, വീക്ക്ലി ഉണ്ടായിരിക്കും, അതുപോലെ മന്ത്ലി നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല പ്രിന്റബിൾ ആയിട്ടുള്ള PDF നോട്ട്സ് ആയിരിക്കും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. 24/7 നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ്, ഈ ഒരു എക്സാമിനെയോ എന്തിനേയും പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. മാത്രമല്ല SCERT+ PYQ ആണ് നമ്മളിവിടെ തരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഈ ഒരു കോഴ്സ് ഏപ്രിൽ 30-ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും ടൈമുണ്ട്. ഇനി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താലേ നമുക്ക്
ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാം മാത്രമല്ല, ഇത് അതേപോലെ തന്നെയുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ മെയിൻസ് എക്സാമിനും വരുന്നത്. അപ്പം ഈ ഒരു പ്രിലിംസ് എക്സാമും അതുപോലെ മെയിൻസ് എക്സാമും ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് മേടിക്കാനും എത്രയും പെട്ടെന്ന് അടുത്ത വർഷം തന്നെ ജോലി കിട്ടാനുള്ളൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക്